നീ എന്ത് ചക്കരയാടാ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നിന്നെ. നീ ഓരോ ദിവസം പാട്ടും നല്ല രസമായിക്കൊണ്ടിരിക്കുന്നു. ഇവനൊരു കടുക്കൻ ഇട്ടിട്ടുണ്ടല്ലേ ഇവിടെ? ആ കടുക്കനുണ്ട്. മുടി മാറ്റിയാ കാണാം. ഇപ്പുറത്തുണ്ടോ? ഇല്ല, ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. പച്ചക്കല്ല ഹെയർ സ്റ്റൈൽ എന്ത് രസം. പച്ചക്കല്ല, എന്റെ പച്ചക്കല്ല. എന്റെ പച്ചക്കല്ല. എന്റെ കയ്യിലൊരു പച്ചക്കല്ലുണ്ട്, എന്തേലുണ്ട്. ഇവിടെ എല്ലാ കല്ലും ഉണ്ട്. മക്കളെ പിന്നെ വിശേഷം എന്തോ ഉണ്ട്? ഒന്നുമില്ലല്ലോ, സുഖല്ലേ? നാട്ടിലൊക്കെ ഫ്ലക്സ് ഒക്കെ കൂടിയോ? നാട്ടിൽ നിന്നില്ലേ കൊറേ ആൾക്കാരില്ലേ? ഈ ഹായ് കാണിക്കാനാണോ പറയുന്നേ? അതാണോ? ടിക്കറ്റ് എടുത്തായിരുന്നോ? ഓ ടിക്കറ്റ് എടുത്താ? വെളിയിൽ കൗണ്ടർ ഉണ്ട്, അതിൽ ഒരു ഹായ്ക്ക് 10 രൂപ വെച്ച് എത്ര ഹായ് വേണേ നമ്മൾ പറയും. ടിക്കറ്റ് എടുത്തോ? അമ്പലത്തിൽ വഴിപാടിന് ടിക്കറ്റ് എടുക്കൂലേ? അതെ, അതേപോലെ. അതെ, എടുക്കൂലേ? രസീത് എടുക്കണ പോലെ. ദീപാരാധനയ്ക്കൊന്ന്, ഇത് മറ്റേ എന്താണ് അർച്ചനയ്ക്കൊന്ന് എന്ന് പറഞ്ഞാല് ഹായ് എന്ന് പറഞ്ഞ് ബോർഡൊക്കെ വെച്ച് കണ്ടില്ലേ? ഒന്ന് ഓൾ ദി ബെസ്റ്റിന് 20 രൂപയോ? അത് കുറച്ച് കൂടുതലാ. പിന്നെ വേറൊന്നുണ്ട്, ഐ ലവ് യു എന്നൊക്കെ പറയുന്നതിന് 100 രൂപ. അത് മാത്രമല്ല, ഒരു വർഷത്തേക്ക് അത് ബുക്കിംഗ് ആയി. അതിന് നല്ല മാർക്കറ്റാ. അതിപ്പോ തൽക്കാലം ഹായിയുടെ ഒരു 10 രൂപയുടെ ഒരു പരിപാടി ചെയ്യും. ഞാൻ പറയട്ടെ, പിന്നെ ഉമ്മ കൊടുത്താ അത് വേറെ റേറ്റ് കേട്ടോ. 500. അത് ഓരോരുത്തർക്കും ഓരോ റേഞ്ച്. റിമിക്കാണെന്നുണ്ടെങ്കിൽ 1 ലക്ഷം. കെട്ടിപ്പിടിച്ചു കൊടുക്കണമെങ്കിൽ 1 ലക്ഷം. കെട്ടിപ്പിടിച്ചു കൊടുക്കണമെങ്കിൽ 10 ലക്ഷം. 10 ലക്ഷം. അത് ടോപ്പ് സിംഗറിലും നമ്മൾ ഇച്ചിരി റേറ്റ് അല്ല, ഡിസ്കൗണ്ട് ഉണ്ട്. ഓഫർ, ക്രിസ്മസ് ഓഫർ. ഇത് മറ്റേല്ലേ തുണി ഷോപ്പാ? അങ്ങനെയൊക്കെ ആയി. ഇപ്പൊ ആയി വരുന്നവരൊക്കെ ഈ ഹായ് പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അതല്ല, അന്നില്ലേ ഫോട്ടോ അല്ലേനല്ലോ അന്ന് വേറെ ഫോട്ടോ മക്കളെ, നീ പറഞ്ഞെന്താണ് ഹായ്? അത് പറയാം നമുക്ക്. എത്ര ഹായ് വേണം? ഒരു 2 ഹായ്. 2 ഹായ് എന്ന് പറയുമ്പോ എത്ര? 20 രൂപ. ആൾക്കാരല്ലേ പറയട്ടെ, എന്റെ നാട്ടിൽ നിന്ന് 2 ആൾക്കാര് വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുണ്ടോ? ഇവിടെ വന്നു. ഓ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 100 രൂപ അവരുടെ എൻട്രി ഫീസ് ഉണ്ട്. ബാലകൃഷ്ണൻ മാഷ്, ഒന്ന് എന്റെ സുമേഷ് മാഷ്. മാഷാണെങ്കിൽ കുറച്ചുകൂടെ. രണ്ടുപേരും മാഷന്മാരാ? ആര്യനെ പഠിപ്പിക്കുന്ന സ്കൂളിലെ മാഷന്മാരാ? അല്ല, പിന്നെ സുമേഷ് മാഷിനെ പഠിപ്പിക്കുന്ന ട്യൂഷൻ അല്ല, പിന്നെ സംഗീതമാണോ? സംഗീതം. സുമേഷ് മാസ്റ്ററുടെ ഒരു തലയിലെഴുത്തേ. എന്നിട്ട് പിന്നെ പാട്ട് പഠിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് കയറൊക്കെ എടുത്തിട്ട് കെട്ടിയിട്ട്. പിന്നെ ആരാ വന്നേക്കണേ? പിന്നെ ബാലകൃഷ്ണൻ അങ്കിൾ. അദ്ദേഹം പാട്ട് ക്ലാസ്സിൽ എങ്ങനെയാ? നന്നായിട്ട് പാടുന്നുണ്ട്, പഠിക്കുന്നുണ്ടോ? എങ്ങനെയാ? ആര്യനെ പറ്റി പറയുകയാണെങ്കിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് പാടും. അപ്പൊ ഞാൻ രാഗമൊക്കെ പാടി കൊടുക്കുമ്പോ ഞാൻ തുടങ്ങുമ്പോഴേക്ക് തന്നെ അവനും ചേർന്ന് പാടും. അടങ്ങി ഒതുങ്ങി ഇരിക്കോ? പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് അവനെ ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ നടക്കാനൊക്കെ തുടങ്ങും. ഞാൻ പറഞ്ഞ കയറിട്ട് കെട്ടണം. കുറച്ചു നേരം ഇരിക്കും, പിന്നെ പുള്ളിക്ക് കുറച്ച് എഴുന്നേറ്റ് ഇങ്ങനെ നടക്കണം, വർത്തമാനം പറയണം. ഓ, അത് ശരി. പിന്നെ കോൺസെൻട്രേറ്റ് നന്നായി പാടുന്നുണ്ടല്ലേ? കഴിവുള്ള പേര്. രാഗമൊക്കെ പാടി തുടങ്ങിയോ? രാഗമൊക്കെ പാടും. ആണോ? ഒന്നൊരു ട്രയൽ നടത്തിയാലോ? മാഷൊരു രാഗം പാടി. മഹാദേവ ശിവശംഭോ ഞാൻ പഠിപ്പിച്ചിരുന്നു. ആണോ? രേവതി രാഗം പാടി പെട്ടെന്ന് പാടി. മഹാദേവ ശിവശംഭോ മഹാദേവ ശിവശംഭോ. ഇത് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അപ്പൊ എന്തായാലും കൊള്ളാം. മാഷും നന്നായിട്ട് പാടുന്നു മാഷ്. കാരണം ഇങ്ങനെയുള്ള മാസ്റ്റേഴ്സിന്റെ അടുത്ത് പഠിക്കണം. കാരണം അല്ലാതെ എന്തെങ്കിലും ഈ എന്താണ് വെറുതെ ഇങ്ങനെ പഠിപ്പിക്കുന്ന മാസ്റ്റർ ആവരുത്. അദ്ദേഹത്തിന് നല്ല നോളജ് ഉണ്ട്. 2 വരി കേട്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലായി നല്ല നോളജബിൾ ഒരു ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ മോൻ നല്ല വൃത്തിയായിട്ട് പഠിക്കണം കേട്ടോ. അടങ്ങിയിരുന്ന് പഠിക്കണം, മനസ്സിലായോ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.